ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് സ്റ്റഡി പ്ലാനറ്റ്. ഒരു പ്രീവിയസ് CPU എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ഓപ്ഷൻ ഡി, മഹാത്മാഗാന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അധികാരം നൽകിയ ദിവസം? ആൻസർ ഓപ്ഷൻ സി, നവംബർ 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ പ്രസ്താവന 1ഉം പ്രസ്താവന 3ഉമാണ് ശരി. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചു, ശരിയാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട്, ഈ ഒരു പ്രസ്താവനയും ശരിയാണ്. മറ്റു പ്രസ്താവനകൾ, അതായത് പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചത് CV കുഞ്ഞിരാമനാണ്. വൈകണ്ഠസ്വാമികളുടെ പ്രധാന കൃതികൾ അരുൾനൂൽ, അകലത്തിരുട്ട് എന്നിവയാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, കളവൻകോടാണ്. 1927 ജൂൺ 14 ഈ ചരിത്ര പ്രസിദ്ധമായ പ്രതിഷ്ഠ നടന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 3ഉമാണ് ശരി. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി, ശരിയാണ്. പാട്ടുകളിലൂടെയാണ് തന്റെ ആശയം പ്രചരിപ്പിച്ചത്, ശരിയാണ്. എന്നാൽ മറ്റു രണ്ട് പ്രസ്താവനകൾ, അതായത് സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ്, വില്ലുവണ്ടി യാത്ര നടത്തി, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും അയ്യങ്കാളിയുമായി റിലേറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷനറി സംഘങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഒന്നാമത്തെയും മൂന്നാമത്തെയും. ലണ്ടൻ മിഷൻ സൊസൈറ്റി, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ആൻസേഴ്സ് ആയിട്ട് വരുന്ന 1, 3, 2, 4 അങ്ങനത്തെ ഓപ്ഷൻസ് ഞാൻ കൊടുക്കാത്തത് ആകെ മെസ്സായി പോവും അപ്പോൾ സ്ക്രീന്, അതുകൊണ്ടാണ്. അപ്പൊ ഇതിൽ നിന്നും ശരിയായ ആൻസർ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു നോക്കിയാൽ മതി, അതല്ലെങ്കിൽ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ വരുന്നത് വക്കം അബ്ദുൾ ഖാദർ മൗലവി, ഓപ്ഷൻ ഡി ആണ്, കേരള മുസ്ലിം ഐക്യ സംഘം. അയ്യൻകാളി, ഓപ്ഷൻ സി, സാധുജന പരിപാലന യോഗം. വൈകുണ്ഠസ്വാമികൾ, ഓപ്ഷൻ എ, സമത്വ സമാജം. ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ബി, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്ന മേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പ്രാഥമിക മേഖല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യം ഉള്ള സംസ്ഥാനം ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, ഹിമാചൽ പ്രദേശ് ആണ്. എന്നാൽ ഇന്ത്യയിൽ ആകെ കണക്കെടുത്താൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഗോവയും തൊട്ടുപിന്നിൽ 2ാം സ്ഥാനത്ത് കേരളവുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിലെ ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസേഴ്സ്: 1ാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി, കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. 2ാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ സി, വ്യാവസായിക വികസനം. 3ാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി, ഭക്ഷ്യ സ്വയം പര്യാപ്തത. 4ാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ എ, സ്വാശ്രയത്വം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക.
ആൻസേഴ്സ് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 3ഉമാണ്. UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ഓപ്ഷൻ സി ആയുർദൈർഘ്യം. ഇവ രണ്ടുമാണ് മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ്? ആൻസർ ഓപ്ഷൻ സി മിന്നുമണി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മഹൽവാരി വ്യവസ്ഥ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. ആൻസർ കരിമ്പ് ഓപ്ഷൻ സി ഉത്തർപ്രദേശ്. തേയില ഓപ്ഷൻ ഡി അസം. ചണം ഓപ്ഷൻ ബി ബംഗാൾ. ഗോതമ്പ് ഓപ്ഷൻ എ പഞ്ചാബ്. ഇന്ന് നമ്മൾ പ്രീവിയസ് CPO എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും 15 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. സോ ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. താങ്ക്